التمسك بالأثر نجاه. 81-ാമത്തെ ചോദ്യം. മത്താ തസ്തഈദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ ഈ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്, ശൈത്താനിൽ നിന്ന് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടത്? എന്നുവെച്ചാൽ ശൈത്താൻ ഇത്രയും വലിയ അപകടകാരിയായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഷർറിൽ നിന്ന് രക്ഷ തേടുവാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ആണല്ലോ നമുക്ക് സംരക്ഷണം തരാനുള്ളവൻ. അപ്പോൾ ആ സംരക്ഷണം തേടാൻ പ്രത്യേകം നമ്മളോട് കൽപ്പിച്ച ചില സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ് നമ്മൾ ശൈത്താനിൽ നിന്ന് സംരക്ഷണം തേടേണ്ട സാഹചര്യങ്ങൾ? അൽ ജവാബ്, ഉത്തരം എന്താ? 5 സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഖബ്ല ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ്. അല്ലേ, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അല്ലാഹു പറഞ്ഞു, വൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നീ അള്ളാഹുവിനോട് ശൈത്താനിൽ സംരക്ഷണം തേടണം, ചോദിക്കണം. എന്താ കാരണം എന്നറിയോ? നമ്മൾ പറഞ്ഞില്ലേ, ശൈത്താനിൽ നിന്നൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അകന്നു പോവുക, അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം അറിവാണ്. ആ അറിവിൻ്റെ ഒന്നാമത്തെ ഉറവിടമാണ് ഖുർആൻ. അപ്പോൾ ഒരാൾ ഖുർആൻ വായിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച് പഠിക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ശൈത്താനിൻ്റെ പിടിയിൽ നിന്ന് ഒരുത്തൻ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണ്. അപ്പോൾ എന്തു ചെയ്യും? ആ പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്തു ചെയ്യും? ശൈത്താൻ പല തടസ്സങ്ങളുണ്ടാക്കും നമ്മളിത് പഠിക്കാതിരിക്കാൻ. അല്ലേ, നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെ അനുഭവം ഉണ്ടാവും. നല്ല ഉന്മേഷത്തോടെ ഖുർആൻ ഓതാൻ വന്നിരിക്കും, പഠിക്കാൻ വന്നിരിക്കും. പക്ഷെ പഠിച്ചാണ് തുടങ്ങുമ്പോഴേക്കും എന്തു ചെയ്യും? കോട്ടുവായിടും, ഉന്മേഷമൊക്കെ പോവും, ഉറക്കം വരും, ക്ഷീണം വരും. അല്ലെങ്കിൽ മനസ്സെന്തെങ്കിലും മറ്റെന്തെങ്കിലും ചിന്തകളിൽ മുഴുകും. ഇങ്ങനെ പലതരത്തിലുള്ള ശൈത്താനിൻ്റെ ഉപദ്രവങ്ങൾ നമുക്ക് ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടേണ്ടതുണ്ട്. രണ്ടാമത്തത് ഖബ്ല ദുഖൂലിൽ ഖല. നമ്മൾ ഒഴിഞ്ഞ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഇന്നത്തെ പോലത്തെ ടോയ്ലറ്റും സംവിധാനങ്ങളൊന്നുമില്ല. ഏറ്റവും മാക്സിമം വീട്ടിൻ്റെ അടുത്ത് മൂത്രമൊഴിക്കാനുള്ള എന്തെങ്കിലും അത് തന്നെ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കേണ്ടൊക്കെ അവസ്ഥ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അതിനായിട്ടൊരു പ്രത്യേക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ മലമൂത്ര വിസർജനം അത് നിർവഹിക്കുവാൻ അവർ പലപ്പോഴും ആശ്രയിച്ചിരുന്നത് വീട്ടിൽ നിന്ന് ദൂരസ്ഥലത്തേക്ക്, വിജനമായ അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക്, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് അന്നത്തെ കാലത്ത് പതിവ്. അപ്പം അങ്ങനെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാറുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ശൈത്താനിന് സംരക്ഷണം തേടാൻ കൽപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം പഠിപ്പിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. വൃത്തികെട്ട ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഈ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നജസ്സുള്ള, വൃത്തികേടുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ വൃത്തികെട്ട, മോശം സ്വഭാവമുള്ള, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന പിശാചുക്കൾ, ശൈത്താന്മാർ, അവർ ഇത്തരം വൃത്തികെട്ട സ്ഥലങ്ങളിലുണ്ടാവുക. അവരിത്തരം വൃത്തികെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവരുടെ ഷർറ് നമ്മളെ ബാധിക്കാതിരിക്കാൻ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനോട് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. മൂന്നാമത്തെ സന്ദർഭം വളരെ ശ്രദ്ധിക്കണം. ഇൻദൽ ഗളബി, ദേഷ്യം വരുന്ന സമയത്ത്. ഇത് പല ആളുകൾക്കത് അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, കുടുംബജീവിതം തകരാറിലാകുന്നത് ഏറ്റവും 90% ത്വലാഖുകളും സംഭവിക്കുന്നത് ദേഷ്യത്തിൻ്റെ പുറത്താണ്. 90% ത്വലാഖുകൾ. ഒരുപാട് പ്രശ്നങ്ങൾ, പല കൊലപാതകങ്ങളും സംഭവിക്കുന്ന ദേഷ്യത്തിൻ്റെ പുറത്താണ്. നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഈ ദേഷ്യം, അതിൻ്റെ നിയന്ത്രണം നമ്മൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ നാവ് നിൽക്കൂല.
നമ്മൾ ചെയ്യാൻ വിചാരിച്ചിടത്ത് നമ്മുടെ കൈ നിൽക്കൂല, അത് പരിധി വിട്ട് കടന്നു പോകും. കാരണം ദേഷ്യപ്പെടുമ്പോൾ ശൈത്താന് നമ്മളിൽ പ്രവേശിക്കാനും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ സംസാരിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ശൈത്താന് സാധിക്കും. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് രണ്ട് സ്വഹാബത്ത് എന്തോ ഒരു കാര്യത്തിൽ തർക്കത്തിലാവാൻ. അപ്പം തർക്കത്തിലായി അതിലൊരാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുക്കുകയാണ്. അപ്പം അയാളുടെ ദേഷ്യം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയിരിക്കുന്ന സ്വഹാബത്തിനോട് പറയാണ്, എനിക്കൊരു വാക്ക്, ഒരു കലിമത്തറിയാം, എനിക്കൊരു വാക്കറിയാം. ആ വാക്ക് ഈ ഇത്രയും ദേഷ്യം പിടിച്ചിരിക്കുന്ന ഇവൻ പറഞ്ഞാൽ അവൻ്റെ ദേഷ്യം മുഴുവനും ഇല്ലാതാകും. ആ ഒറ്റൊരു വാക്ക് പറഞ്ഞാൽ ഇത്രയും ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ പോലും അവൻ്റെ ദേഷ്യം മുഴുവനും ഇല്ലാതാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആ വാക്കെന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള വാക്കാണ്. അപ്പോൾ ഷെയ്ത്താൻ ഇട്ട് തരുന്നതാണ് അങ്ങേയറ്റത്തെ ദേഷ്യം എന്നുള്ളത്, നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം എന്നുള്ളത് ഈ ഷെയ്ത്താൻ ഇട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെയധികം ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ല, ഇദാ ഗളിബ അഹദുക്കും ഫല്യസ്കുത്, നിങ്ങളിൽ ഒരാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കരുതെന്ന് മാത്രമല്ല, ഒരു റിയാക്ഷൻ എടുക്കരുത്, പ്രതികരിക്കരുത്. നമ്മുടെ ദേഷ്യം മാറിയതിന് ശേഷം മാത്രം നമ്മൾ പ്രതികരിച്ചാൽ മതി. അല്ലെ? പലപ്പോഴും ഈ മാതാപിതാക്കൾക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ്, മക്കളെ ശകാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അടി കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും മോശത്തരം ചെയ്തിട്ടാണല്ലോ ശകാരിക്കുക അല്ലെങ്കിൽ അടി കൊടുക്കുക. ആ മോശത്തരം ചെയ്ത് ആ മാതാവിന് അല്ലെങ്കിൽ പിതാവിന് ആ ദേഷ്യം കയറി തലയ്ക്ക് ആ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ശകാരിക്കുക അല്ലെങ്കിൽ ചീത്ത അല്ലെങ്കിൽ അടിക്കുക. അപ്പം എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവരാ ചെയ്ത തെറ്റുണ്ടല്ലോ അതിൻ്റെ ഗൗരവത്തിന് വേണ്ട ശകാരമല്ല കൊടുക്കുക, ആ തെറ്റിനോളം പോകുന്ന അടിയല്ല കിട്ടുക, മറിച്ച് ഈ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ദേഷ്യം മാറുന്ന അത്രയും അടിക്കും അല്ലെങ്കിൽ അത്രയും ശകാരിക്കും. അത് മക്കളോട് ചെയ്യുന്ന വലിയ ദുൽമാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ദേഷ്യം മാറാനല്ല മക്കളടിക്കേണ്ടത്. മക്കൾക്ക് ആ തെറ്റ് തിരുത്താനും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ഇനി ആ തെറ്റവർ ആവർത്തിക്കാതിരിക്കാനാണ് മക്കളെ നമ്മൾ അടിക്കേണ്ടി വന്നാൽ അടിക്കേണ്ടത്, ശകാരിക്കേണ്ടി വന്നാൽ ശകാരിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് പ്രശ്നം ഞാൻ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത് ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ എടുത്തുചാട്ടങ്ങൾ പ്രതികരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പഠിപ്പിച്ചത്. നാലാമത്തെ സന്ദർഭം ഇൻദൽ വസ്വാസ. വസ്വാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൈറിനെ ഷർറായി തോന്നിപ്പിക്കും അല്ലെങ്കിൽ ഒരു ഷർറിനെ ഹൈറായി തോന്നിപ്പിക്കും. അങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ ചിന്തകൾ ഇട്ട് തരും. ഹറാമായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാക്കി തോന്നിപ്പിക്കും, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മോശപ്പെട്ടതായി തോന്നിപ്പിക്കും. അങ്ങനെയുള്ള ചിന്തകൾ ശൈത്താൻ ഇട്ട് തരുമ്പോൾ അപ്പോഴും നമ്മൾ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ. നമ്മൾ ശ്രദ്ധിക്കണം, ചില സന്ദർഭത്തിൽ അറിഞ്ഞിരിക്കണം, നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. ഈമാനുള്ള ആളുകളുടെ അടുക്കലേക്ക് പ്രത്യേകിച്ചും ശൈത്താൻ എന്ത് ചെയ്യും? വലിയ വസ്വാസുകൾ ഇട്ട് തരിക. ചില്ലറ കാര്യമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മളത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാഫറായിപ്പോവും. അത്രയും വലിയ വസ്വാസൊക്കെയാണ് എന്ത് ചെയ്യുക? ശൈത്താൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരിക. പക്ഷേ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അത്തരം വസ്വാസുകൾ വന്നാൽ നമ്മൾ പതറരുത്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പണ്ഡിത ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട് ഏതുപോലെ ഈ ശൈത്താൻ്റെ വസ്വാസം എന്നുള്ളത് നമ്മൾ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില തെരുവ് പട്ടികൾ നമ്മൾ കാണും. ചില തെരുവ് പട്ടികൾ, ഈ പേവിഷമുള്ള പട്ടികൾ അങ്ങനെയുള്ള പട്ടികളല്ല, സാധാരണഗതിയിൽ നമ്മൾ വഴിയിലൊക്കെ കാണുന്ന തെരുവ് പട്ടികൾ. അങ്ങനെയുള്ള പട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കുറേ കുരയ്ക്കും, നമ്മൾ കാണുമ്പോൾ ബഹളുണ്ടാക്കും, കുറേയൊക്കെ ഒന്ന് അനങ്ങിയൊക്കെ നോക്കും, മുന്നോട്ട് കുതിച്ച് നോക്കുകയൊക്കെ ചെയ്യും. നമ്മൾ അതിനനുസരിച്ച് പേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം റിയാക്ഷൻ അവർക്ക് അനുകൂലമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടും. പിന്നെ നമ്മൾ കാണുമ്പോഴൊക്കെയും കുരയ്ക്കും, കാണുമ്പോഴൊക്കെ പിന്നാലെ വരും. അതേസമയം ഇതേ തെരുവ് പട്ടികളോട് നമ്മുടെ പ്രതികരണം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, നമ്മളത് കാണുമ്പോൾ മൈൻഡാക്കാതെ ശ്രദ്ധിക്കാതെ നമ്മൾ നോക്കുക പോലും ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
പിന്നെ അത് നമ്മുടെ പുറകിൽ വരില്ല. ഇതേപോലെയാണ് ശൈത്താൻ്റെ വസ്വാസുകളും അല്ലേ. ചില ആൾക്കാർ വസ്വാസിൽ അത് വരുമ്പോൾ അതിന് ഓവറായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ പിന്നാലെ കൂടി വുളു ചെയ്താൽ ശരിയാവില്ല, നിസ്കരിച്ചാൽ ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. കുളിക്കാനൊക്കെ കയറിക്കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ബാത്റൂമിൽ തന്നെ. 2 മണിക്കൂർ ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നല്ല, ശരിക്കും 2 മണിക്കൂർ തന്നെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പല ഭാഗങ്ങളും കഴുകുമ്പോൾ വൃത്തിയായില്ലേ, ശരിയായില്ലേ, ഇവിടെ വെള്ളം നന്നില്ലേ, ആ ഭാഗത്ത് വെള്ളമായില്ലേ, വുളു ശരിയാവോ, കുളി ശരിയാവോ, ഇങ്ങനെ ഈ വസ്വാസിൽ തന്നെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്രത്തോളം നമ്മൾ ഈ തെരുവ് പട്ടികളുടെ വിഷയം പോലെ തന്നെ നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റൊരു മാർഗ്ഗമുള്ളൂ, അതിനെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം. അതിനെ പരിഗണിക്കാതിരിക്കുക, അതാണ് 4ാമത്തെ സന്ദർഭം. 5ാമത്തെ സന്ദർഭം ഇവിടെ കൊടുത്തിട്ടുള്ള ഇന്ദ സിമാഇ നഹിയക്കിൽ ഹൈമാർ വനുബാഹിൽ കിലാബ്. കഴുത കരയുമ്പോഴും നായ ഓടിയിടുമ്പോഴും. നായ വെറുതെ കുരയ്ക്കുന്നതല്ല, അത് നമുക്കൊക്കെ അറിയാം, നായ കുരയ്ക്കാറുണ്ട്. അതല്ലാതെ ഇങ്ങനെ ഓടിയിടും, കൂവുന്ന പോലെ ശബ്ദമുണ്ടാക്കി നായ ഓടിയിടും. അതേപോലെ തന്നെ കഴുതയും എന്ത് ചെയ്യും, അത് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നതല്ലാത്തൊരു ശബ്ദം അത് എന്ത് ചെയ്യും, ഇടയ്ക്ക് അത് പുറപ്പെടുവിപ്പിക്കും ആ ശബ്ദം. അപ്പം ഈ 2 ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശൈത്താൻ്റെ ഷർറിൽ നിന്ന് രക്ഷ തേടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 മൃഗങ്ങൾക്ക് ശൈത്താനെ കാണാൻ സാധിക്കുന്നുള്ളതുകൊണ്ടാണ്. ഈ 2 മൃഗങ്ങൾക്ക് ശൈത്താനെ കാണാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. പ്രത്യേകിച്ചും രാത്രിയിൽ ഈ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഷർറിൽ നിന്ന്, ശൈത്താന ഷർറിൽ നിന്ന് രക്ഷ തേടുവാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും സന്ദർഭങ്ങളുണ്ട് ഇവിടെ ചോദ്യത്തിൽ കൊടുത്തിട്ടുള്ളതല്ലാത്ത. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം പറയാം, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, നമ്മൾ ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മളിപ്പോൾ സുബഹി നിസ്കാരത്തിന്, ഇപ്പോൾ പുരുഷന്മാർ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമല്ല, പുരുഷന്മാരിപ്പോൾ മസ്ജിദ് സുബഹിക്ക് പള്ളിയിൽ കയറാം. അപ്പം ആ കയറുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന അഊദു ബില്ലാഹിൽ അദീം വബി വജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം എന്നൊരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ആ ദിവസം മുഴുവൻ അവൻ ശൈത്താൻ്റെ ഷർറുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവനായിരിക്കും. അപ്പം നമുക്ക് സാധിക്കുന്നത്രയും ആദ്യത്തെ സമയം, അത് ഏറ്റവും ആദ്യത്തെ സമയം വരിക സ്വാഭാവികമായിട്ട് സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വരുന്ന സമയത്താണ്. ആ സമയത്ത് നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ പുരുഷന്മാർ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. കാരണം അത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ അവൻ ശൈത്താന ഷർറിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ എന്ത് ചെയ്യും, ശൈത്താൻ ഇങ്ങനെ പല ചിന്തകൾ ഇട്ടുതരും. ചിന്തകൾ ഇട്ടുതരിക എന്ന് പറഞ്ഞാൽ 4 റക്അത്താണോ നിസ്കരിച്ചത്, 3 ആണോ, 2 സുജൂദാണോ ചെയ്തത്, 1 സുജൂദേ ചെയ്തിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ പല കൺഫ്യൂഷനുകൾ എന്ത് ചെയ്യും, ശൈത്താൻ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്തരം സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ഹിൻസബ് എന്ന് പറയുന്നൊരു ശൈത്താനാണ്. നിസ്കാരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താനാണ് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ അള്ളാഹുവിനോട് രക്ഷ തേടണം. അതേപോലെ തന്നെ ഇടതുവശത്തേക്ക് 3 പ്രാവശ്യം ചെറിയ രീതിയിൽ, അടുത്ത ആളുണ്ടെങ്കിൽ അവർക്ക് പ്രയാസമാകാത്ത രീതിയിൽ ഇടതുവശത്തേക്ക് തുപ്പണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ സംരക്ഷണം നമ്മൾ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. മക്കളുടെ വിഷയത്തിലോ, നമ്മുടെ മക്കൾ, അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഒന്നും ഓതാൻ പറ്റാത്ത ചെറിയ മക്കൾ, ഓതാൻ പറ്റുന്നവരാണെങ്കിൽ ചെറുപ്പം മുതൽ നമ്മൾ ശീലിപ്പിക്കണം. ഓതാൻ പോലും സാധിക്കാത്ത അത്രയും ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക്
അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കണം. അവരുടെ രക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ചൊല്ലിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ 2 പേരക്കുട്ടികളാണല്ലോ റളിയല്ലാഹു അൻഹുമ. അവർ രണ്ടുപേരും നല്ല ചെറിയ പ്രായത്തിലായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്താണ്? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്നുള്ള പ്രാർത്ഥന. അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥന നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കാൻ, അവർക്ക് സ്വയം സംരക്ഷണം ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ സംരക്ഷണം നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. അങ്ങനെ വേറെ ഒരുപാട് സന്ദർഭങ്ങളിലുണ്ട്. ഉദാഹരണം, നമ്മൾ ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്നതോ സങ്കടപ്പെടുത്തുന്നതോ ആയ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് ഇടതുവശത്തേക്ക് 3 തവണ തുപ്പുക. എന്നിട്ട് ഷെയ്ത്താനിൽ നിന്ന് 3 തവണ സംരക്ഷണം തരും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് 3 തവണ പ്രാർത്ഥിക്കുക. എന്നിട്ട് അവൻ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കിടക്കുക, അല്ലെങ്കിൽ കിടന്നിരുന്ന സൈഡ് വശം ചരിഞ്ഞ് കിടക്കുക, മാറി തിരിഞ്ഞ് കിടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഈ മോശം സ്വപ്നം ഒരാളോടും പങ്കുവെക്കരുത് എന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വലിയ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. വലിയ ബുദ്ധിമുട്ടുകൾ, ചില്ലറ പ്രയാസമൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കാനാണെന്ന് പറയാറുണ്ട്. അതുപോലെ ശൈത്താന്റെ ശർറ് നമ്മളെ ബാധിച്ച് നമ്മൾ ഇടങ്ങാറായി പിന്നത് മാറ്റാൻ നോക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതൊക്കെ അത് വരാതെ നോക്കാനാണ്. അതിലിത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.